ിലെ ദേശീയ ആത്മാ സമേതി ജൈവ കാർഷിക സംഗമത്തിന് ഇക്കുറി വേദിയായത് കൊച്ചി അങ്കമാലിയിലെ അറ്റ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററായിരുന്നു. ഉച്ചകോടിയുടെ രണ്ടാം ദിനത്തിലെ ജൈവ കാർഷിക സംഗമം കൃഷിവകുപ്പ് മന്ത്രി KP മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിവകുപ്പിലെ ഉദ്യോഗസ്ഥരും കാർഷിക ഗവേഷകരും കർഷകരും പങ്കെടുത്ത ജൈവ കാർഷിക സംഗമം രണ്ടാം ദിനത്തിലെ പ്രത്യേകതയായി. ഉച്ചകോടിയുടെ രണ്ടാം ദിനം നടന്നത് ജൈവ കാർഷിക ശില്പശാലയായിരുന്നു. സംസ്ഥാന കാർഷിക വകുപ്പ് മന്ത്രി KP മോഹനൻ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കേരളത്തിന്റെ സ്റ്റുഡൻസ്, ദർ പേരൻസ്, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥന്മാർ, ജനനേതാക്കന്മാർ, അധ്യാപകർ ഒക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ളൊരു കൂട്ടായ്മ ഇന്ന് കൃഷിയിലേക്ക് മാറുകയും ആ കൃഷി ജൈവ കൃഷി എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുവാനും വേണ്ടിയുള്ള ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ കേന്ദ്രത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെയും കൃഷിവകുപ്പ് മന്ത്രിയെയും കണ്ടപ്പോൾ പ്രധാനമന്ത്രി ചോദിച്ച ഒരു ചോദ്യമുണ്ട്: എങ്ങനെ ഇത് സാധിക്കും എന്നതാണ്. അതിന് മറുപടിയായിട്ട് ഞങ്ങൾ ഈ ചെറിയ കാര്യങ്ങൾ ജൈവ ഗ്രാമസഭ എന്ന ആ പരിപാടി മുതൽ അങ്ങോട്ടുള്ള ജൈവ മണ്ഡലം എന്ന പരിപാടികളെ കുറിച്ചൊക്കെ തന്നെ വിശദീകരിച്ചപ്പോഴാണ് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ശ്രീ രാധാമോഹൻ സിംഗ് പറഞ്ഞത്, നമുക്ക് കേരളത്തിൽ തന്നെ ഇതിനെക്കുറിച്ചൊരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കണം. അങ്ങനെയാണ് ആത്മാ സമേതിയും കൂടി ചേർന്നുകൊണ്ട് ഈ ഓർഗാനിക് സമ്മിറ്റിന് രൂപം കൊടുത്തത്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് നമ്മുടെ കൃഷിക്കാരാണ്. കൃഷിക്കാർ അതിലേക്ക് മാറി. കാരണം കൃഷിക്കാർ എന്ന് പറയുന്നത് കേരളത്തിൻ്റെ കൃഷിക്കാർ പലരും പണം കൂടുതൽ ലാഭിക്കാൻ വേണ്ടി മാരകമായ കീടനാശിനിയും കൂടുതൽ രാസവളവും പ്രയോഗിച്ചുകൊണ്ട്, രാസവളം ഉപയോഗിച്ചതുകൊണ്ട് അതിൻ്റെ പോഷക മൂല്യങ്ങൾ നഷ്ടപ്പെടുകയും മാരകമായ കീടനാശിനി ഉപയോഗിച്ചതുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് രോഗം കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയെങ്കിലും നമുക്ക് ആഹരിക്കാനുള്ള മുഴുവൻ ഭക്ഷ്യവസ്തുക്കളും നമ്മുടെ പുരയിടത്തിലും നമ്മുടെ പ്രദേശത്തിലും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ജോസ് തെറ്റയിൽ MLA ചടങ്ങിൽ ആധ്യക്ഷ്യം വഹിച്ചു. ജനപ്രതിനിധികളും കർഷക സംഘടനാ ഭാരവാഹികളും പങ്കെടുത്ത ഉദ്ഘാടന സമ്മേളനത്തിൽ സംസ്ഥാന അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ കമ്മീഷണർ സുബ്രത ബിശ്വാസ് ആമുഖ പ്രഭാഷണം നടത്തി. കേരളത്തിലെ കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള പുരോഗതി, പ്രത്യേകിച്ച് പച്ചക്കറിയിൽ നമ്മൾ കൈവരിച്ചിട്ടുള്ള സ്വയം പര്യാപ്തത, ഓർഗാനിക് ഫാമിങ്ങിൽ അല്ലെങ്കിൽ ജൈവ കൃഷിയിൽ നമ്മൾ എടുത്തിട്ടുള്ള നടപടികൾ, ഇതെല്ലാം മറ്റ് സംസ്ഥാനങ്ങൾക്കും അനുവർത്തിക്കുന്ന തരത്തിൽ ഒരു ഷെയറിംഗ് ഓഫ് എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇവിടെ ഈ 2 ദിവസമായി നടത്തിപ്പോകുന്ന വർക്ക്ഷോപ്പിൻ്റെ പ്രധാന കാതലായ വിഷയം. ആത്മ എന്ന പദ്ധതി ഈ എല്ലാ സംസ്ഥാനങ്ങളിലുണ്ടെങ്കിലും കേരളത്തിൽ മാത്രമാണ് ആത്മ പ്ലസ് എന്ന രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൻ വിഹിതം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പ്രോഗ്രാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമിൽ പക്ഷേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സമേതി പ്രോഗ്രാമിലെ കഫറ്റേറിയയിൽ ഉൾപ്പെടാത്ത പല നല്ല കാര്യങ്ങളും, ഉദാഹരണത്തിന് മറ്റൊരു സംസ്ഥാനത്തിലെ ഒരു പുതിയ കാർഷിക നൂതന രീതി, അത് കണ്ടു മനസ്സിലാക്കുക മാത്രമേ ആത്മയിൽ പ്രൊവിഷനുള്ളൂ. എന്നാൽ ഈ ആത്മ പ്ലസിൽ അത്തരം കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള പ്രവർത്തനം സ്വന്തം നാട്ടിൽ, അത് ഉപകരണമായാലും ശരി, കൃഷി രീതിയായാലും ശരി, ശാസ്ത്രീയമായ മേഖലകളിലായാലും അതെല്ലാം അനുവർത്തിക്കുവാൻ കൂടി ആത്മ പ്ലസിൽ നമുക്ക് പദ്ധതിയിൽ തുക ചിലവഴിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ സാധിക്കും. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം ജൈവ കാർഷിക ചർച്ചാവേദിയായി സമ്മേളനം നഗർ മാറി. SHMK മിഷൻ ഡയറക്ടർ ഡോക്ടർ പ്രതാപൻ ചർച്ച നിയന്ത്രിച്ചു. കേരളത്തിലെ ജൈവ കാർഷിക പുരോഗതിയെ അധികരിച്ച് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ ഉഷാകുമാരി തന്റെ പഠനം സദസ്സിൽ അവതരിപ്പിച്ചു. We all know that the synthetic nitrogenous fertilizers are completely banned in organic farming, but it is the major nutrient required for the plant growth. In that case, we have to
find some methods for meeting the nitrogen requirement of the crops. The most important thing is the biological nitrogen fixation by legumes. So the nitrogen harvest to legume is very important as far as organic farming is concerned. Then compost and biofertilizer use. പാടങ്ങളിലെ കൃഷിരീതികളുടെ നേരറിവുകൾ വിവരിച്ച് ഭക്ഷ്യസുരക്ഷയെ ആസ്പദമാക്കിയുള്ള പഠനമാണ് കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ തോമസ് ബിജു മാത്യു പങ്കുവച്ചത്. The first objective was to impart training on good agricultural practices to selected cluster farmers in VFPCK and rural agricultural wholesale markets in Kerala, selected RAWMs in Kerala. And the second objective was monitor the status of pesticide residues in farm gate samples, that is samples collected directly from the farmer's field to test residues and inform them what is the status or level of residues, and to give premium price as an incentive to farmers producing safe-to-eat vegetables. So this involved three components. First is, of course, training on GAP or the safe-to-eat concept through training and training on-farm and off-farm training, then testing and certifying by the Pesticide Residue Research and Analytical Lab. I am the present professor and head of the lab in Kerala Agriculture University located in Trivandrum. Then the third component is marketing with traceability. ആത്മീയും സമീതിയും സംയുക്തമായിട്ട് സംഘടിപ്പിച്ചത് ഈ ജൈവ കൃഷി സമ്മിറ്റ് തീർച്ചയായിട്ടും നമ്മുടെ കാർഷിക മേഖലയിലെ ഒരു ചരിത്ര സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ സമ്മിറ്റിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം ഈ സമ്മിറ്റിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കർഷകർ ഇവിടെ വരുന്നുണ്ട്. അവരവരുടെ കർഷക രീതികൾ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ കർഷകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയായി ഇത് മാറുമെന്നുള്ള യാതൊരു സംശയവുമില്ല. രണ്ടാമതായിട്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഈ ജൈവവസ്തുക്കൾ ക്രമീകരിക്കുന്നത് അല്ലെങ്കിൽ പ്രൊക്യൂർ ചെയ്യുന്നത്, അതിനുള്ള മാർക്കറ്റിംഗ് ശൃംഖല എങ്ങനെയാണ്, ഏത് തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് മൈലേജാണ് അതിന് കിട്ടുന്നത്, ഏത് തരത്തിലുള്ള ഒരു പ്രീമിയം പ്രൈസിംഗ് ആണ് ഇത്തരത്തിലുള്ള വസ്തുക്കൾ കിട്ടുന്നത്. തീർച്ചയായിട്ടും അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മളിന്ന് ചർച്ച ചെയ്ത് അതിനുള്ള ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നാൽ മാത്രമേ കേരളത്തിൽ ഈ പറഞ്ഞ ജൈവ കൃഷി വ്യാപിപ്പിക്കാൻ നമുക്ക് കഴിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. കർഷകരും കാർഷിക വകുപ്പ് ഉദ്യോഗസ്ഥരും ജൈവ കാർഷിക മേഖലയിലെ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ച ചർച്ചാവേള ദേശീയ ആത്മാ സമേതി ജൈവ കാർഷിക ഉച്ചകോടിയുടെ രണ്ടാം ദിനത്തിലെ പ്രധാന പ്രത്യേകതയായി. നമ്മളിപ്പോൾ ജൈവ കൃഷിയിലേക്ക് മാറണം നമ്മൾ. അപ്പോൾ ആളുകൾക്ക് ഇതിനെക്കുറിച്ചുള്ള ആശങ്കകൾ പലതരത്തിലാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭക്ഷണത്തിനേറ്റുള്ള പ്രകൃതിക്കും ഭക്ഷണത്തിനും മനുഷ്യ ആവാസ വ്യവസ്ഥയ്ക്കും പ്രകൃതി ആവാസ വ്യവസ്ഥയ്ക്ക് ഏറ്റിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു ചിന്ത കരുപ്പിടിപ്പിച്ചാൽ മാത്രമേ നമ്മൾ ജൈവകൃഷിയിലേക്ക് മാറിയിട്ടും കാര്യമുള്ളൂ. അല്ലെങ്കിൽ ജൈവകൃഷിയിലേക്ക് മാറിയാലും നമ്മുടെ ഈ പ്രശ്നങ്ങളൊക്കെ അതേപടി നിലനിൽക്കും. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ പ്രശ്നമാണ്, 2 പാരിസ്ഥിതിക പ്രശ്നമാണ്, 3 കേരളം നേരിടുന്ന മാലിന്യ പ്രശ്നങ്ങൾ. ഈ 3 പ്രശ്നങ്ങൾക്കുള്ള സ്ഥായിയായ എവർലാസ്റ്റിംഗ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പരിഹാരം യഥാർത്ഥ ജൈവകൃഷിയാണ്. മണ്ണിനെ മലിനപ്പെടുത്തിക്കൊണ്ട് ഏത് വ്യവസ്ഥയ്ക്കും അധികകാലം മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളതാണ് സമകാലിക മലയാളത്തിൻ്റെ ആരോഗ്യ ചിത്രം. അതിനെ തിരിച്ചു പിടിക്കണമെങ്കിൽ മണ്ണിനെ ശുദ്ധീകരിച്ച് നല്ല കലോറി മൂല്യമുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷണൽ വ്യവസ്ഥയുടെ നന്മകളെ ആനുകാലിക ജൈവ സാങ്കേതിക വിദ്യകളുമായി ചേർത്ത് വെച്ചുകൊണ്ട് മണ്ണിനെ ഇക്കോസിസ്റ്റത്തെ അലോസരപ്പെടുത്താതെ ഭക്ഷണം ഉണ്ടാക്കാനുള്ളൊരു ആർജിത ശേഷി നമുക്കുണ്ടാക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ജൈവ കൃഷിയിലേക്കുള്ള മാറ്റം പൂർണ്ണമാവാൻ സഹായിക്കൂ എന്നുള്ളതാണ് ഞങ്ങളുടെ കരുത്ത്. ഞങ്ങളൊക്കെ കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ഒരു അസുഖമില്ലാതെ, നിങ്ങളുടെയൊക്കെ ഒരു സ്നേഹം കൊണ്ട് ഒരു അസുഖമില്ലാതെ 102 വയസ്സായ അമ്മയ്ക്കും ഒരു കാലാവസ്ഥാ രോഗങ്ങൾ പോലും വരാതെ മക്കളെ കുത്തിവെക്കാതെ ഒരു ആശുപത്രിയിലും പോകാതെ ജീവിക്കുക. അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ഏറ്റവും പ്രധാനം മാതാവിനെ പോലെ ബഹുമാനിക്കുന്ന മണ്ണാണ്. ആ മണ്ണിൽ ഒരു കെമിക്കലും കലർത്താതിരിക്കുന്നത് മക്കളോടുള്ള സ്നേഹം കൂടിയാണ്. കാരണം നമ്മൾ മരിച്ചു പോയാലും ഈ മണ്ണിലെ വെള്ളവും വായുവും ഭക്ഷണവും അവർക്കുള്ളതാണ്. അത്തരം ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്ന ജൈവ കൃഷിക്ക് മാത്രമേ ലോകമുള്ളയും കാലം നിലനിൽക്കാൻ കഴിയുള്ളൂ. ഈ സെമിനാറിൽ പങ്കെടുക്കാൻ പറ്റി. അപ്പോൾ പല പ്രസൻറ്റേഷൻസും വളരെ അറിവ് പകർന്നതായിരുന്നു. ഇപ്പോൾ മണിപ്പൂരിൻ്റെ, അങ്ങനെ മറ്റ് ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനം, മണിപ്പൂർ, അതുപോലെ ജമ്മു കാശ്മീർ ഉണ്ടായിരുന്നു, തമിഴ്നാടിൻ്റെ, അങ്ങനെ അവരുടെയൊക്കെ പല ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മേഖലകളിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് നമുക്കൊരു ഉൾക്കാഴ്ച നൽകുന്ന പങ്കെടുക്കാൻ പറ്റിയത് ഒരു ഉൾക്കാഴ്ച നൽകുന്ന ഒരു
കാര്യം തന്നെയാണ്. വിളകളുടെ ആരോഗ്യ സംരക്ഷണവും കീടനിയന്ത്രണവും അടിസ്ഥാനമാക്കി നടത്തിയ പ്രവർത്തനങ്ങളാണ് പാലക്കാട്ട് നിന്നുള്ള കൃഷി ഓഫീസർ രശ്മി അവതരിപ്പിച്ചത്. വിളയുടെ ആരോഗ്യം സംരക്ഷിച്ച് മുൻകൂട്ടി നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുകയും അത് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ കൃഷിയിടത്തിലും കൃഷിക്കാർക്ക് പ്രയോജന രീതിയിൽ മരമായ രീതിയിൽ നമ്മൾ ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് ഒരു മുൻകൂട്ടി കീടരോഗബാധ തിരിച്ചറിയുന്നതിനും അതിലൂടെ വളരെ പെട്ടെന്ന് തന്നെ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിച്ച് ജൈവിക രീതികളിലൂടെ നിയന്ത്രിക്കാൻ സാധിക്കും. ഈ ഒരു ആശയമാണ് വിള ആരോഗ്യ കേന്ദ്രം എന്നുള്ള പദ്ധതിയിലൂടെ, വിള ആരോഗ്യ പരിപാലന പദ്ധതിയിലൂടെ കൃഷി വകുപ്പ് കർഷകർക്ക് നൽകുന്നത്. അപ്പോൾ ഈ ആത്മാ സമിതി ജൈവ ഉച്ചകോടിയുടെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കൃഷിഭവൻ കേന്ദ്രമാക്കി നടത്തുന്ന ഈ വിള ആരോഗ്യ പരിപാലന പദ്ധതിയുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചു. അപ്പം ഇതിലൂടെ എങ്ങനെയാണ് ഈ ജൈവിക കൃഷി രീതികളും ജൈവ കൃഷി വ്യാപകമാക്കുമ്പോൾ അതിലെ ഏറ്റവും സുപ്രധാനമായ അടിസ്ഥാനപരമായ കീടരോഗ നിയന്ത്രണ സാധ്യതകളെ വളരെ ഉചിതമായി ഉള്ള മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിയന്ത്രിച്ച് അത് പ്രാവർത്തികമാക്കുന്നതിന് മറ്റുള്ള കൃഷിക്കാർക്കും മറ്റുള്ള ജില്ലകൾക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാതൃകയാണ് കേരളത്തിലെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന വിള ആരോഗ്യ പരിപാലന പദ്ധതി. കർഷക പ്രതിനിധികളും ശാസ്ത്രജ്ഞരും കാർഷിക വികസന വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത സംവാദം ജൈവ കാർഷിക ഉച്ചകോടിയുടെ മറ്റൊരു വിലപ്പെട്ട സംഭാവനയായി. കർഷക സംഘടനാ ഭാരവാഹിയും മുൻ നിയമസഭാ സാമാജികനുമായ കെ കൃഷ്ണൻകുട്ടി സംവാദം നിയന്ത്രിച്ചു. സംസ്ഥാന കാർഷിക വകുപ്പ് മുൻ ഡയറക്ടർ ആർ ഹേലി, സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് കാർഷിക മേധാവി പി രാജശേഖരൻ, കാർഷിക വികസന വിഭാഗം അഡീഷണൽ ഡയറക്ടർ എം സുനിൽകുമാർ, കേരള കാർഷിക സർവകലാശാല ഗവേഷണ വിഭാഗം മുൻ ഡയറക്ടർ ഡോക്ടർ സി കെ പീതാംബരൻ, കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ പി രഘുനാഥ്, പച്ചക്കറി വികസന പദ്ധതിയുടെ വിദ്യാർത്ഥി അംബാസഡർ മാസ്റ്റർ സൂരജ് എന്നിവർ ഈ ജൈവ കാർഷിക ചർച്ചയിൽ പങ്കാളികളായി. 2016 തുടക്കം കേരള കാർഷിക രംഗത്തെ ഒരു പുതിയ ചൈതന്യം പരത്തുകയാണ് ഈ ജൈവ കൃഷി ഉച്ചകോടി വഴി. അത് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. കാരണം ജൈവ കൃഷി മേഖലയിൽ കേരളത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ നേട്ടം ഒരുപക്ഷെ വളരെ പ്രാധാന്യമർഹിക്കുന്നു. എത്ര സ്ഥലത്ത് ജൈവകൃഷി വ്യാപിപ്പിച്ചു എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ടത് കേരളത്തിലെ ജനസമൂഹത്തിന് മുഴുവൻ, അവരെ താരങ്ങളിൽ താരമാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സമുന്നത നേതാക്കളാണെങ്കിലും സാധാരണ കൃഷിക്കാരാണെങ്കിലും സ്കൂൾ വിദ്യാർത്ഥികളാണെങ്കിലും ഒരു സമൂഹമാകെ ജൈവ വിഭവങ്ങളുടെ വളരെ സ്നേഹവും പ്രേമവും ഉള്ളവരായി മാറിയിരിക്കുന്നു. ജൈവ കൃഷിയിൽ കൂടെ ഉണ്ടാക്കുന്ന കാർഷിക വിഭവങ്ങൾ, വിശേഷിച്ചും പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിച്ചില്ലെങ്കിൽ അവർ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തുകയാണെന്നുള്ള ഒരു ബോധം, ഒരു വലിയ ബോധവൽക്കരണം കേരളത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ പാശ്ചാത്യ ലോകത്തിലുള്ള അവയർനെസ്സിനേക്കാളും കൂടുതൽ അവയർനെസ് നമുക്ക് കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഈ ബോധവൽക്കരണം ഭാവിയിൽ കേരളത്തിലെ കൃഷിയെ നവീകരിക്കാനും കേരളത്തിന് ഒരു ജൈവ കാർഷിക കേന്ദ്രമായി മാറ്റാനും നമുക്ക് കഴിയും. ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. കേരളീയരുടെ ആരോഗ്യം മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ജൈവ ഉൽപ്പന്നങ്ങൾക്കായി കേരളത്തിലേക്ക് തേടി വരുന്ന വ്യാപാരി സമൂഹം വരെ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട്. അത്ര വിപുലമായ ഒരു സന്ദേശമാണ് കേരളം ഇതിലൂടെ പരത്തുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഈ വർഷത്തെ വിദ്യാർത്ഥി കർഷകനുള്ള കാർഷിക പ്രതിഭ അവാർഡ് നേടിയ വയനാട്ടിൽ നിന്നുള്ള സൂരജ് CS ആത്മസമിതി ജൈവ കാർഷിക ഉച്ചകോടിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സൂരജിനോട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എന്തൊക്കെ രീതിയിലുള്ള കൃഷി രീതികളാണ് സൂരജ് ചെയ്യുന്നത്? ഞാനിപ്പോൾ ജൈവ രീതിയിൽ പച്ചക്കറി, പിന്നെ നെല്ല്, വാഴ, കാപ്പി, കുരുമുളക്, ഇഞ്ചി, അങ്ങനെ ഒരുവിധം എല്ലാ പച്ചക്കറികളും പിന്നെ കിഴങ്ങുകൾ എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നാടൻ പശുവുണ്ട്. നാടൻ പശുവിടെ ചാണകവും ഗോമൂത്രമാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്.
ജീവാമൃതം, പഞ്ചഗവ്യം ഈ രീതിയിലൊക്കെയാണ് ചെയ്യുന്നത്. പിന്നെ കീടനാശിനികളായിട്ട് കൂടുതൽ ബയോളജിക്കൽ കൺട്രോൾ എന്ന രീതിയിൽ, അതായത് ഒരു ജീവിനെ പിടിക്കാൻ വേറൊരു ജീവി, അപ്പോൾ ആ രീതിയിലാണ് കൺട്രോൾ ചെയ്ത് പോകുന്നത്. ആത്മസമിതി ജൈവ കാർഷിക ഉച്ചകോടിയിൽ എത്തിച്ചേർന്നതിൽ അതിൽ നിന്നും എന്ത് മനസ്സിലാക്കുന്നു? 100 പേരോട് പറയുക, ഇനിയിപ്പോൾ പത്രത്തിൽ കൊടുക്കുകയോ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ മെസ്സേജ് ഒരു എക്സിബിഷനോ TV പ്രോഗ്രാമിനോ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കണ്ടുപോയി കഴിഞ്ഞാൽ പല ആൾക്കാർക്കും നല്ല രീതിയിൽ താല്പര്യമാവും ചെയ്യാൻ. നല്ല രീതിയിൽ ജൈവകൃഷി എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ് ഉദ്ദേശം. സമ്മിറ്റിൻ്റെ 2ാം ദിനമായിട്ടുള്ള 8ാം തീയതി നടത്തിയ പ്രധാനപ്പെട്ട കാര്യം ക്രോപ്പ് മാനേജ്മെൻറ്റിനെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് നടന്നത്. ക്രോപ്പ് മാനേജ്മെൻറ്റ് നമ്മൾ ശരിക്കറിയാം, നമ്മുടെ സസ്യ സംരക്ഷണം, ആ സംരക്ഷണം ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള ഉപദേശം കൊടുക്കുന്നത് പഴയ രീതിയിൽ നിന്ന് മാറിയിട്ട് വീടാന്തരം സന്ദർശനം നടത്തി കൃഷിക്കാർക്ക് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം കൊടുക്കുന്നതിന് പുറമേ അത് ഇപ്പോൾ നമ്മൾ നൂതനമായ ടെക്നോളജീസ് നമുക്ക് വന്നിട്ടുണ്ട്. ആ ടെക്നോളജി IT മേഖലയും കൂടെ കൈവച്ചുകൊണ്ട് മൊബൈൽ ആപ്പ് ഇതുകൂടെ കൈകാര്യം ചെയ്തുകൊണ്ട് കൃഷിക്കാരൻ്റെ അടുത്ത് മാറിയ സാങ്കേതിക രീതിയിലൂടെ കൃഷി വിജ്ഞാനം വ്യാപിപ്പിക്കുക എന്നുള്ള രീതിയാണ് അവിടെ ചർച്ച ചെയ്തത്. അതിനുശേഷം നടന്ന ചർച്ചയിൽ കൃഷിക്കാർ ഓർഗാനിക് ഫാമിംഗ് നടത്തി വിജയിച്ച കൃഷിക്കാരുടെ അഭിപ്രായങ്ങളോട് പറയുകയുണ്ടായി. ദേശീയ ആത്മസമേതി ജൈവ കാർഷിക ഉച്ചകോടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച കാർഷിക പ്രദർശനം സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ കർഷകരെ ഏറെ ആകർഷിച്ചു. സംസ്ഥാനത്തെ വിവിധ ആത്മാ യൂണിറ്റുകളുടെയും ഇതര വകുപ്പുകളുടെയും സ്റ്റാളുകൾ ജൈവ കാർഷിക രീതിയുടെ നേർക്കാഴ്ചകൾ ഇവിടെ നിരത്തി. ജൈവ കാർഷിക രീതിയുടെ ആവശ്യകതയും അതിലെ സവിശേഷതയും ഈ സ്റ്റാളുകളിൽ പ്രകീർത്തിക്കപ്പെട്ടു. വിവിധ കർഷക ക്ലസ്റ്ററുകളും കർഷകരും വികസിപ്പിച്ചെടുത്ത കാർഷിക യന്ത്രോപകരണങ്ങൾ, കൃഷിരീതികൾ, കാർഷിക വിളകൾ തുടങ്ങിയവയും സ്റ്റാളുകളിൽ പുത്തൻ അറിവിന്റെ പാഠങ്ങളേകി. ജൈവ കാർഷിക ഉച്ചകോടിയോടനുബന്ധിച്ച് നടന്ന കാർഷിക പ്രദർശനത്തിൽ മൂവാറ്റുപുഴ ആനിക്കാട് നിന്നുള്ള ശക്തി വനിതാ കർഷക ഗ്രൂപ്പ് പ്രദർശിപ്പിച്ച ഭീമാകാരമായ കപ്പ ഒരു ആകർഷണം തന്നെയായിരുന്നു. അവരുടെ കാർഷിക രീതികളെ പറ്റിയും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഇതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ പ്രത്യേകതകൾ, ഇതൊരു ലോക്കൽ വെറൈറ്റി കപ്പയാണ്. എല്ലാ വർഷവും ഞങ്ങളിത് കൃഷി ചെയ്യാറുണ്ട്. എല്ലാ വർഷവും നല്ല വിളകളും കിട്ടുന്നുണ്ട്. ഏകദേശം ഇപ്പം ഒരു ചോടിന് 50 കിലോയിൽ കൂടുതൽ ഒരു ചോടിന് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഏകദേശം 168 ചോട് ഈ വെറൈറ്റിയിലുള്ള കപ്പ നട്ടിട്ടുണ്ട്. ഇവിടെ നടന്ന കാർഷിക പ്രദർശനത്തിൻ്റെ കൂടുതലായിട്ടുള്ള വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ 2016 ജനുവരി 7-8 തീയതികളിൽ ആത്മസമേതി സബ്മിറ്റ് എന്ന നാഷണൽ പ്രോഗ്രാമിനോടനുബന്ധിച്ച് നടത്തിയ ഒരു പ്രദർശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. അതിൽ പൂർണ്ണമായും ജൈവമായി ഉൽപ്പാദിപ്പിച്ച, ഓർഗാനിക്കായിട്ട് ഉൽപ്പാദിപ്പിച്ച കാർഷിക വിളകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. കൃഷിവകുപ്പിൻ്റെ 56 സ്റ്റോളുകളാണ് ഇവിടെ ഉള്ളത്. കൃഷിവകുപ്പിൻ്റെയും അനുബന്ധ മേഖലകളിലുള്ള ഡയറി, മൃഗസംരക്ഷണം, ക്ഷീര വികസനം, കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, VFPCK, അതുപോലെ മീറ്റ് പ്രോഡക്ട്സ് ഇന്ത്യ, അങ്ങനെ വിവിധ കൃഷിവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സ്റ്റോളുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. എക്സിബിഷനാണ് ഇവിടെ നടക്കുന്നത്. അതിൽ സമേതിയുടെ ഒരു വിപുലമായ സ്റ്റോളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നടന്ന സെമിനാറിലെ പല പ്രബന്ധങ്ങളും സൂചിപ്പിക്കുന്നത് ജൈവ വൈവിധ്യത്തിൽ ഊന്നിയ ഒരു സംയോജിത കൃഷി, ഒരു ജൈവ കൃഷിയിലോട്ട് നമ്മൾ മുന്നേറണം. ചിലപ്പോൾ ജൈവ കൃഷിയിലൊക്കെ ഒരു എടുത്തിയാട്ടം സാധ്യമാവില്ല. അതുകൊണ്ട് നമുക്ക് സ്വാഭാവികമായ സംയോജിത കൃഷിയുടെ വഴിയിലൂടെ പൂർണ്ണമായി ജൈവികമായ ഒരു സംവിധാനത്തിലോട്ട് എത്തിച്ചേരാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. എനിക്ക് തോന്നുന്നു നമ്മുടെ മണ്ണിൽ ജൈവ വൈവിധ്യം കൂടുക, മണ്ണിനെ ജീവനുള്ള വസ്തുവായി കാണുന്ന കൃഷിയാണ് ജൈവ കൃഷി. മണ്ണ് ജീവസുറ്റതാക്കി നിലനിർത്താൻ സൂക്ഷ്മജീവികളും അനേകമായിട്ടുള്ള മണ്ണിരകളും മറ്റിതര ജീവികളെ സംരക്ഷിക്കുക വഴി കീടങ്ങളെ പ്രതിരോധിക്കുകയും അതോടൊപ്പം മണ്ണിൻ്റേതായിട്ടുള്ള ഉൽപ്പാദനക്ഷമത നിലനിർത്താൻ കഴിയുന്ന ഒരു സാഹചര്യവും നിലനിർത്താൻ കഴിയും.
അത്തരത്തിലുള്ളൊരു സമീപനത്തിലൂടെ മാത്രമേ നമുക്ക് പൂർണ്ണമായ ജൈവ കേരളം എന്ന സംവിധാനത്തിലൂടെ നമുക്ക് പോകാൻ കഴിയുള്ളൂ. രാജ്യത്തെ ഒരു സമ്പൂർണ്ണ ജൈവ കാർഷിക ഭൂമികയാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ആത്മാ സമേതി കാർഷിക പദ്ധതികൾ. രാജ്യം അതിനുള്ള നീക്കത്തിലാണെന്നുള്ളതും പ്രതീക്ഷാനിർഭരം തന്നെ. ഒരു ജൈവ കാർഷിക കേരളം അല്ല, ഒരു ജൈവഹരിത ഭാരതം. അതിനായി കർഷകർക്കായുള്ള ഒരു ഉണർത്തുപാട്ടായിരുന്നു ഇരുദിനങ്ങളായി അങ്കമാലിയിൽ നടന്നിരുന്ന ആത്മാസമിതി ദേശീയ ജൈവ കാർഷിക ഉച്ചകോടി. രാജ്യത്തെ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരും കർഷകരും ഒന്നായി നടത്തിയ ചർച്ചകളും ചിന്തകളും ഒരു ജൈവഹരിത മുന്നേറ്റത്തിന് വഴിയൊരുക്കുമെന്നതിന്റെ അടയാളമായിരുന്നു ഈ ജൈവ ഉച്ചകോടി ഇവിടെ അവശേഷിപ്പിച്ചത്. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा, बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കയർമേള ഫെബ്രുവരി 1 മുതൽ ആലപ്പുഴയിൽ. വനാമി ചെമ്മീൻ ഹാച്ചറി കൊച്ചിയിൽ. കയറിന്റെയും പ്രകൃതിദത്ത നാരുകളുടെയും ലോകോത്തര വ്യാപാരമേള ഫെബ്രുവരി 1 മുതൽ 5 വരെ EMS സ്റ്റേഡിയത്തിൽ നടക്കും. മേളയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രാജ്യാന്തര പവലിയന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി ശ്രീ കൽരാജ് മിശ്രയും നിർവഹിക്കും. ആഭ്യന്തര ഉൽപാദകരെ കൂടാതെ 60-ൽ-അധികം രാജ്യങ്ങളിൽ നിന്നായി 150 വിദേശ വ്യാപാരികളും മേളയിൽ പങ്കെടുക്കും. കയറുൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം പ്രമേയമാക്കി 2-3 തീയതികളിൽ രാജ്യാന്തര സെമിനാറുകളും കയർ മേഖലകളിലെ പ്രതിസന്ധികളെക്കുറിച്ച് ഫെബ്രുവരി 4-ന് ദേശീയ സെമിനാറും ഉണ്ടായിരിക്കും. കയർ ഉൽപ്പന്നങ്ങളും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന യന്ത്ര സാമഗ്രികളും മേളയിൽ പരിചയപ്പെടുത്തും. അന്യസംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന അറവുമൃഗങ്ങളിൽ കൂടി കുളമ്പ് രോഗം ചില പ്രദേശങ്ങളിലെ വളർത്തുമൃഗങ്ങൾക്ക് പകരുന്നതായി ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ശക്തമായ പനി, വായിലും കുളമ്പിനടിയിലും പോളങ്ങൾ എന്നിവ കണ്ടാൽ അടുത്തുള്ള മൃഗാശുപത്രിയിൽ അറിയിക്കുക. പ്രതിരോധശേഷി കുറഞ്ഞതും കുത്തിവയ്പ് എടുക്കാത്തതുമായ കന്നുകാലികൾക്ക് രോഗം പകരാൻ സാധ്യതയുള്ളതിനാൽ രോഗം വന്നവയെ മാറ്റി പാർപ്പിക്കുക. ദേശീയ കാർഷിക ഗവേഷണ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ദേശീയ സമുദ്ര മത്സ്യ സെൻസസ് ഫെബ്രുവരി 1 മുതൽ ആരംഭിക്കും. മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ കുടുംബത്തിന്റെ സാമൂഹിക, സാമ്പത്തിക, വിദ്യാഭ്യാസപരമായ വിവരങ്ങൾ, മത്സ്യബന്ധന ഉപകരണങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നതാണ്. മത്സ്യബന്ധനം, സംസ്കരണം, മൂല്യവർദ്ധനവ്, വിപണനം തുടങ്ങിയവയെക്കുറിച്ചുള്ള വിവരങ്ങളും ശേഖരിക്കും. ആദ്യ വനാമി ചെമ്മീൻ ഹാച്ചറി കൊച്ചിയിലെ കേരള ഫിഷറീസ് സമുദ്രപഠന സർവകലാശാലയിൽ സ്ഥാപിതമാകുന്നു. സർവകലാശാലയുടെ പുതുവൈപ്പിനിലുള്ള ഫിഷറീസ് സ്റ്റേഷനിലാണ് ഈ ഹാച്ചറി സ്ഥാപിതമാകുന്നത്. ചെന്നൈ ആസ്ഥാനമായ കോസ്റ്റൽ അക്വാകൾച്ചർ അതോറിറ്റിയാണ് അംഗീകാരം നൽകിയത്. ഹാച്ചറി വരുന്നതോടെ സംസ്ഥാനത്ത് വനാമി ചെമ്മീൻ കൃഷിയിൽ മുന്നേറ്റമുണ്ടാകുമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഒരു വർഷത്തിൽ 20 ലക്ഷം രോഗാണുവിമുക്തമായ വനാമി ചെമ്മീൻ കുഞ്ഞുങ്ങളെ ഹാച്ചറിയിൽ ഉത്പാദിപ്പിക്കുമെന്നാണ് കണക്ക്. കോട്ടയം തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഫെബ്രുവരി മാസത്തിൽ നൽകുന്ന സൗജന്യ പരിശീലനങ്ങൾ ഇനി പറയുന്നു. ഫെബ്രുവരി 8, 9, 10 തീയതികളിൽ മുട്ടക്കോഴി വളർത്തൽ. ഫെബ്രുവരി 11, 12 തീയതികളിൽ പന്നി വളർത്തൽ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0482923423. കമ്പോള നിലവാരം.
വെളിച്ചെണ്ണ കൊച്ചി 8,400 രൂപ, വെളിച്ചെണ്ണ കോഴിക്കോട് 9,100 രൂപ, വെളിച്ചെണ്ണ തൃശൂർ 8,450 രൂപ, കൊപ്ര കൊച്ചി 5,755 രൂപ, കൊപ്ര കോഴിക്കോട് 6,000 രൂപ, കൊപ്ര തൃശൂർ 5,880 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 62,400 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65,400 രൂപ. ചുക്ക് മീഡിയം 16,750 രൂപ, ചുക്ക് ബെസ്റ്റ് 18,250 രൂപ, മഞ്ഞൾ സേലം 11,100 രൂപ, മഞ്ഞൾ ഈറോഡ് 11,300 രൂപ, അടയ്ക്ക പഴയത് 25,500 മുതൽ 26,500 രൂപ വരെ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 9,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,400 രൂപ, കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 9,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,450 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 8,400 രൂപ, കൊപ്ര 5,755 രൂപ, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,100 രൂപ, പിണ്ണാക്ക് റോട്ടറി 2,400 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 62,400 രൂപ, കുരുമുളക് ഗാർബിൾഡ് 65,400 രൂപ. ചുക്ക് മീഡിയം 16,750 രൂപ, ചുക്ക് ബെസ്റ്റ് 18,250 രൂപ, അടയ്ക്ക പുതിയത് 20,000 മുതൽ 22,500 രൂപ വരെ, ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 200 മുതൽ 220 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 400 മുതൽ 430 രൂപ വരെ, ജാതിപത്രി 650 മുതൽ 950 രൂപ വരെ, ഗ്രാമ്പു 770 രൂപ. റബ്ബർ RSS 5ാം ഗ്രേഡ് 9,000 രൂപ, റബ്ബർ RSS 4ാം ഗ്രേഡ് 9,400 രൂപ, ഒട്ടുപാൽ 6,100 രൂപ, ലാറ്റക്സ് 7,500 രൂപ. കമ്പോള അവലോകനം. ഗ്രാമീണ മേഖലകളിൽ നാളികേര വിളവെടുപ്പ് ഊർജിതമായതോടെ ഉയർന്ന അളവിൽ പച്ചത്തേങ്ങയും കൊപ്രയും വിൽപ്പനയ്ക്ക് എത്തി. ഉൽപ്പന്നങ്ങൾ കനത്ത അളവിൽ എത്തിയ അവസരത്തിലെ വിൽപ്പന സമ്മർദ്ദം മൂലം സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിൽ നിന്ന് വെളിച്ചെണ്ണ, കൊപ്ര വിലകൾ ഇടിഞ്ഞു. ആഭ്യന്തര വിദേശ വിപണികളിൽ റബ്ബർ വിലയിൽ കാര്യമായ വ്യതിയാനമില്ല. വ്യവസായികളിൽ നിന്നുള്ള പിന്തുണ കുറഞ്ഞതിനാൽ റബ്ബർ ഷീറ്റ്, ലാറ്റക്സ് വിലകൾ അല്പം കുറഞ്ഞു. ടാപ്പിംഗ് രംഗത്തെ തളർച്ച മൂലം ചരക്കിന് ക്ഷാമം നേരിട്ടു. ഏലയ്ക്ക വിദേശത്തുനിന്നും സ്വദേശത്തുനിന്നും ആവശ്യക്കാരെത്തിയെങ്കിലും കിലോ 1,000 രൂപയ്ക്ക് മുകളിൽ ഇടം കണ്ടെത്താൻ ആയില്ല. കാലാവസ്ഥാ വ്യതിയാനം ഏലയ്ക്ക ഉൽപ്പാദനത്തെ ചെറിയ അളവിൽ ബാധിച്ചു. അന്തർ സംസ്ഥാന വ്യാപാരികളുടെ വരവിനെ ഉറ്റുനോക്കുകയാണ് കുരുമുളക്. വിളവെടുപ്പ് പുരോഗമിക്കുന്നതിനാൽ പുതിയ ചരക്കിന് അന്വേഷണങ്ങൾ എത്തുന്നുമെന്ന നിഗമനത്തിലാണ് കർഷകർ. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 35.7 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.6, 25.5. കൊച്ചി 32.4, 24.8. ആലപ്പുഴ 34.6, 25.1. പുനലൂർ 35.2, 23.2. തിരുവനന്തപുരം 33.8, 25 ഡിഗ്രി സെൽഷ്യസ്. കാർഷിക വാർത്ത സമാപിച്ചു. നമസ്കാരം.